കേരള നിയമസഭയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെ ചൊല്ലി ഭരണ പ്രതിപക്ഷ നിരകൾ തമ്മിൽ അതീവ ഗുരുതരമായ വാദപ്രതിവാദങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിപ്പ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ രൂക്ഷമാകുന്ന സാഹചര്യം മുൻനിർത്തി നിയമസഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവ് മുഹമ്മദ് റിയാസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെയാണ് സഭ കടുത്ത രാഷ്ട്രീയ യുദ്ധഭൂമിയായി മാറിയത്. അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രശംസിക്കപ്പെട്ട കേരളത്തിന്റെ ഹെൽത്ത് മോഡൽ ഇന്ന് പൂർണ്ണമായ തകർച്ചയെ നേരിടുകയാണെന്ന കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഔദ്യോഗികമായി സഭയിൽ ഉന്നയിച്ചത്. ഈ തർക്കത്തിന്റെ കാതലായ വശങ്ങളിലേക്ക് കടക്കുമ്പോൾ വ്യക്തമാകുന്നത് ഭരണപരമായ ഏകോപനമില്ലായ്മയും ഉദ്യോഗസ്ഥ തലത്തിലെ അഴിച്ചുപണികളും എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ നയത്തെ ബാധിക്കുന്നെന്നുള്ളതാണ്. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങുകളിൽ മുൻകാല മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്നും 4 പ്രധാന ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. നിപ്പ റിപ്പോർട്ട് ചെയ്ത് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കിയതെന്ന ആരോപണം ഉയർത്തി ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷനിലെ പാളിച്ചകളെ അവർ അക്കമിട്ട് നിരത്തി. എന്നാൽ ഇതിനെ ശക്തമായി പ്രതിരോധിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ മുൻകാലങ്ങളിലെ പബ്ലിക് റിലേഷൻസ് അധിഷ്ഠിത ഭരണശൈലിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിലവിലെ സർക്കാർ വരും 24 മണിക്കൂറിനുള്ളിൽ വിദേശത്ത് നിന്ന് മരുന്നുകൾ എത്തിച്ച് അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. ഭരണമാറ്റം ഉൾക്കൊള്ളാൻ മടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് ഭരണപക്ഷം. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇത്തരം രാഷ്ട്രീയ വാക്പോരുകൾ കേവലം ഒരു തർക്കത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ പബ്ലിക് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെയും സാധാരണക്കാരന്റെ ജീവനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. വകുപ്പുകൾ തമ്മിലുള്ള സംയുക്ത പരിശോധനകളും ഭക്ഷ്യസുരക്ഷാ മുൻകരുതലുകളും കൃത്യമായി നടക്കുന്നുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും തദ്ദേശീയ തലത്തിൽ ഉണ്ടാകേണ്ട രോഗപ്രതിരോധ ജാഗ്രതയിലെ പാളിച്ചകൾ പൊതുജനാരോഗ്യത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിലെ ഒഴിവുകൾ നികത്താൻ വൈകുന്നത് താഴെത്തട്ടിലുള്ള മെഡിക്കൽ സേവനങ്ങളുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാർട്ടി രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം നിയമസഭാ സംവാദങ്ങളെ നാം വിലയിരുത്തേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തോടെയാണ്. ഒരു ജനപ്രതിനിധി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ നയപരമായ മറുപടി നൽകുവാനും ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് ജനങ്ങളുടെ ഭീതി അകറ്റുവാനും ഭരണകൂടത്തിന് സാധിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടെങ്കിലും സഭയിൽ ഉയർന്നു വന്ന ഭരണപരമായ സുതാര്യതയും ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയും സംബന്ധിച്ച ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ തർക്കങ്ങൾക്കപ്പുറം വലിയ രീതിയിലുള്ള നയരൂപീകരണ ചർച്ചകൾക്ക് വഴി തുറക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ ആരോഗ്യ നയതന്ത്ര രംഗങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം വലിയ മാറ്റങ്ങളും നിയമനിർമ്മാണ സഭയിലെ തീരുമാനങ്ങളും കൃത്യമായി മനസ്സിലാക്കുക എന്നത് ബോധമുള്ള ഓരോ പൗരന്റെയും കടമയാണ്. പബ്ലിക് ഹെൽത്ത് പോളിസിയിലെ ഈ നിർണായക മാറ്റങ്ങളെ കുറിച്ചും ഭരണ പ്രതിപക്ഷ നിലപാടുകളെ കുറിച്ചുമുള്ള നിങ്ങളുടെ വസ്തുതാപരമായ വിലയിരുത്തലുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിനായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കുക. കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കാൻ ആവശ്യമായ ദീർഘകാല ആസൂത്രണങ്ങളും തന്ത്രപരമായ നീക്കങ്ങളും സഭ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കേവലം ഒരു വാഗ്വാദത്തിനപ്പുറം യഥാർത്ഥ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സിസ്റ്റം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. നയപരമായ പാളിച്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ സാമൂഹിക അടിത്തറയെ തന്നെ ബാധിച്ചേക്കാം. മരുന്ന് വിതരണത്തിലെ കൃത്യത, ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനം, അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പ്രത്യേക കർമ്മസേന എന്നിവയുടെ രൂപീകരണം എന്നിവ പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് സമീപനം ആവശ്യപ്പെടുന്നുണ്ട്. ബ്യൂറോക്രസിയും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള പരസ്പര വിശ്വാസവും സുതാര്യതയും മാത്രമാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സഹായിക്കുന്നത്. നിയമനിർമ്മാണ സഭയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളുടെ ആശങ്കകൾ ഉയർത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണമാണ്. എങ്കിലും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ തക്കതായ പ്രതിരോധവും അടിയന്തര നടപടികളും വിശദീകരണം ജനങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന പ്രായോഗിക നടപടികളും ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ശാക്തീകരണവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ജനാധിപത്യ സംവാദങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന കൃത്യമായ നയങ്ങളായി മാറുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഒന്നിച്ച് കാത്തിരിക്കാം.